അപ്പോൾ ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ പാപ്പനും പിള്ളേരൊക്കെ ആയിട്ട് ഒരു ചെറിയ അഡ്വഞ്ചർ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുകയാണ്. വേറെ ഒന്നല്ല, കയാക്കിങ്. അപ്പോൾ എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റായി നിൽക്കുകയാണ്. വെള്ളത്തിലിറങ്ങാൻ ചെറിയ പേടിയുണ്ടെങ്കിലും പക്ഷെ ഒന്നും മുഖത്ത് കാണിക്കില്ലേ. തുഴഞ്ഞുഴഞ്ഞ് വയ്യാണ്ടാകുമ്പോൾ കുറച്ച് എനർജിക്ക് വേണ്ടിയിട്ട് ഡയറ്റ് കോക്കൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവൻ എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് ഗൗതം. ഇവൻ്റെയാണ് ഈ കനോലി ക്രൂയിസ് എന്ന് പറഞ്ഞ കയാക്കിംഗ് സെന്റർ. അടിപൊളി സ്ഥലം കേട്ടോ, അത് പറയാം. പിന്നെ എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു ഇവനെ കുറിച്ചൊന്ന് പൊക്കി അടിക്കാനായിട്ട്. ഇവനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇവനൊരു നല്ല മനസ്സിനുടമയാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ സമയമില്ലാത്ത കാരണം തന്നെ ഞാൻ വേഗം വഞ്ചിയിലോട്ടെടുത്ത് ചാടി തുഴയാൻ തുടങ്ങി. അങ്ങനെ ഞാനും ചേച്ചിയും സമാധാനത്തോടു കൂടി തുഴഞ്ഞൊഴിഞ്ഞ് പോകുമ്പോഴാണ് എൻ്റെ കൂടെ വന്ന ബാക്കി ടീംസിന് ഞങ്ങൾ ഫ്രണ്ടിൽ കാണുന്നത്. അവരാണെങ്കിൽ ഈ പാവയ്ക്ക് കീ കൊടുത്ത പോലെ അവിടേക്കുന്നില്ലാണ്ട് തുഴഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്നിട്ട് വീണ്ടും സൈറ്റ് സീയിങ്ങിലോട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത പ്രകൃതി രമണീയത ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവർ വീണ്ടും പോയി ഏതോ മരവള്ളിയിൽ ചെന്ന് പെട്ടു. എന്താ ചെയ്യുക? എന്നിട്ട് സ്വാഭാവികമായും എൻ്റെ തന്നെ അതിബുദ്ധിപരമായ നിർദ്ദേശപ്രകാരം അവർ അതിൽ നിന്ന് എങ്ങനെയൊക്കെ ഊരിപ്പോന്നു. സ്വാഭാവികം. എന്താ ചെയ്യുക, എല്ലാത്തിനും ഞാൻ തന്നെ വേണമെന്ന് വെച്ചാൽ രക്ഷപ്പെട്ടു പോകുന്നതിൻ്റെ സന്തോഷമാണ് ആ കടാവിൻ്റെ മുഖത്ത് കാണുന്നത്. രക്ഷപ്പെട്ടെങ്കിലും പാപ്പന് ഇതുവരെ അതിൻ്റെ ഒരു ടെക്നിക്ക് കിട്ടിയിട്ടില്ല, ഇത് എങ്ങനെ തുഴയാം എന്നുള്ള സംഭവം. നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പരിപാടിയാണ് കയാക്കിങ്. ഒരു ഈവനിങ് ടൈമൊക്കെ വരികയാണെങ്കിൽ നല്ല വ്യൂവും വെയിലൊക്കെ കുറവായിരിക്കും, ഒരു സമാധാനമായിട്ട് തുഴഞ്ഞുഴഞ്ഞു പോവുക. ഹൈ, എന്ത് ബ്യൂട്ടി. പിന്നെ പാട്ട് പാടുന്ന ചേച്ചിമാരും തുഴയാനറിയാത്ത അനിയത്തിമാരും ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം, എന്തായാലും സൂക്ഷിക്കണം. എന്തുകൊണ്ടാണെന്നല്ലേ കാണിച്ചു തരാം. വാ. ഇടിച്ചില്ല, എന്തോ ഭാഗത്തിന് ഇടിച്ചില്ല. പിന്നെ അധികം നേരം തുഴയാൻ നിന്നില്ല. പിന്നെ നേരെ യൂട്ടേൺ എടുത്ത് തുഴഞ്ഞുഴഞ്ഞ് കരയിലെത്തി. അവിടെ നിന്ന് ചാടി ഇറങ്ങി ഓടിക്കേറി. എന്നിട്ട് നേരെ ജാക്കറ്റൊക്കെ ഊരി കൊടുത്ത് ചെറുത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവൾ ആദ്യമായിട്ട് കയാക്കിങ്ങിന് വീണു. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് പുള്ളിക്കാരൻ മൂത്തുണ്ടായിരുന്നു. അപ്പോൾ അത്രയുള്ള ഗൈസ്. എന്നിട്ട് ഞങ്ങൾ നേരെ വെട്ടിപ്പോയി. അപ്പോൾ ഗൈസ്, ഈ സ്പോട്ട് വരുന്ന എവിടെയാണെന്ന് വെച്ചാൽ ചെമ്മപ്പള്ളി പാലത്തിൻ്റെ അടിയിൽ റൈറ്റ് സൈഡിലുള്ളത്, ആ ഷാപ്പിൻ്റെ അപ്പുറത്തുള്ളത് ഇത്. ഓക്കെ, അപ്പോൾ പോയി എൻജോയ് ചെയ്യൂ. ഓക്കെ, ബൈ.